നിങ്ങള് സംഗതി ഇപ്പം നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലാകിട്ടില്ല. പക്ഷെ എന്താ കാര്യം എന്താ നിങ്ങള് ആ സംഗതി അവിടെ നടക്കില്ല. എന്താ? അതെന്താന്ന് ചോദിച്ചാൽ അതിന് ചെറിയൊരു വിഷയം അവിടെ ഉണ്ട്. അത് ഞാൻ ആ ആളോട് സംസാരിച്ച സംഗതിയാണ്. മൂപ്പരെ വിട്ടുവീഴ്ച ചെയ്യാറില്ല. ഞാൻ പറ്റാ കാട്ടാ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യം. വലൈക്കും മുസ്ലാം. ആരാത് മമ്മൂട്ടിയോ? എന്താ വൈക്കൊക്കെ? അല്ല കാക്ക, ഇവിടെ ഒരു പെരിയും പറമ്പും കൊടുക്കണ്ട. പിന്നെ ഇഷ്ടം പോലെ സ്ഥലം ഇവിടെ കിട്ടാനില്ലേ? ഇതാ ഇയാള് പറമ്പച്ചവടക്കാരനാണ്, ഇവിടുത്തെ മെയിൻ കച്ചവടക്കാരനാണ് ഇയാള്. അല്ല എവിടെയാക്കാ നിങ്ങളുടെ വാൻക്ക് ആ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുക്കുക. ഞാൻ നല്ല കറക്റ്റ് സ്ഥലത്താണ് വന്നെത്തിക്കേണ്ടത്. എന്നാ എവിടെയാ ഇജാന്ന് കൊണ്ടേ കാണിച്ചു കൊടുക്ക്. ആയിക്കോട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നത് ഇവിടെ. ആ നോക്കെ, ഇത് കൊടുക്കാനുള്ള അതൊരു 10-50 സെന്റ് സ്ഥലമുണ്ട്. ഇത് നോക്കണം. ഇത് മാണ്ട, ഇത് തോട്ടല്ലേ. എന്നാ വാ, ഞാൻ വേറെ കാണിച്ചു തരാം. നോക്കെ, ഇത് കാണാൻ എനിക്ക് 10 സെന്റ് സ്ഥലം ഒരു തകയുണ്ട്. അത് തറല്ല ഇട്ടിട്ടുള്ളൂ, പണി കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അത് മാണ്ട എനിക്ക്. അത് കാണാൻ എനിക്ക് 6 സെന്റ് സ്ഥലം ഒരു പെരിയുണ്ട്. അത് ചെറിയ പെരല്ലേ, അത് വേണ്ട. അല്ല, നിങ്ങൾ എങ്ങനത്തെ സ്ഥലമാണ് നോക്കുന്നത്? മുന്നിൽ കൂടി ധാരിട്ട റോഡ് വേണം, പള്ളി വേണം, സ്കൂള് വേണം, മദ്രസ വേണം, റെയിൽവേ സ്റ്റേഷൻ വേണം, എയർപോർട്ട് വേണം. അങ്ങനത്തെ ഒക്കെ ഉള്ള സ്ഥലമാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ വലിയ വിലൻ്റെ സ്ഥലമാണ് നോക്കുന്നില്ലേ? അതും നമ്മളെത്തുന്നുണ്ട്. അല്ല, നിങ്ങളെ ബഡ്ജറ്റ് എത്ര? ഒരു 50 കോടിയോ? അല്ല, 50 ലക്ഷം. 50,000. എൻ്റെ അമ്മേരെ ജീപ്പ് കിട്ടിയ 50,000 ഉണ്ട് എൻ്റെ അടുത്ത്. 50,000 ധാരിട്ട റോഡ്, പള്ളി, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷന്. പണം പോയി പവർ വെച്ചേ. രണ്ട് വീല് ലൂസ് ഉണ്ടല്ലേ? എല്ലാവരും പറയണ്ടല്ല, അതെന്താ? ഓരോ വണ്ടിയും പേരും മനുഷ്യനെ മെനക്കെടുത്താൻ ഞാൻ പോവാണ്. ദിക്കി ഞാനുണ്ട്. ഇതിപ്പോ ട്രെയിന് വരുമായി കയറി പോയി ഞാൻ പോവാണ്. ഇതിന്നെ വല്ലാത്ത കുടുക്കാണ് കുടിക്കുക. ആ ചങ്ങായി ആളെ കൊണ്ടേക്കാണ് സ്വീപ്പായി. ഓനും 2 വീല് ലൂസാണല്ലേ? അതിന്റെ കാര്യം ഒന്ന് പറഞ്ഞാൽ പറ്റും. എന്നാലും ഇപ്പൊ ഞാനൊരു പെട്ടാണ് അവന്റെ കണിയില്. എന്നാ എനിക്കൊന്ന് പറഞ്ഞു പോയിരുന്ന നീ. ഞാനൊന്ന് പെട്ടല്ല, ഇജൊന്ന് പെടട്ടെ. അത് വല്ലാത്തൊരു കഥ മനുഷ്യനെ സ്വീപ്പാക്കാൻ.